സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടി. ഇതോടെ 13 അവശ്യ സാധനങ്ങളുടെ വില കൂടും. വില പുതുക്കി നിശ്ചയിക്കാൻ മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 7.5 വർഷത്തിന് ശേഷമാണ് വില വർദ്ധിപ്പിക്കുന്നത്. സെയ്ഫ് സൈൻലാബ്ദീനുണ്ട് വിവരങ്ങളുമായി. സൈഫ, ഏതൊക്കെ ഇനങ്ങൾക്കാണ് ഇപ്പോൾ വില കൂട്ടിയിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് തീരുമാനം? അനീഷ, വില കൂട്ടിയ സാധനങ്ങളുടെ പട്ടിക നമുക്ക് പിന്നാലെ നൽകാൻ കഴിയും എന്ന് തോന്നുന്നു. 13 സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടേണ്ട എന്ന തീരുമാനം 2016 ഇടതുമുന്നണി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. 5 വർഷത്തേക്ക് 13 അവശ്യ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്ന്. പട്ടികയുണ്ട്. ആ പട്ടിക എനിക്ക് കൃത്യമായി ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. നമുക്ക് വരും സമയങ്ങളിൽ തന്നെ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും. ഇന്ന സാധനങ്ങൾക്കാണ് വില കൂടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 13 സാധനങ്ങൾക്ക് വില കൂട്ടാൻ വേണ്ടിയുള്ള തീരുമാനം മന്ത്രിസഭായോഗം എടുത്തിട്ടുണ്ട്. അതിനകത്ത് വില കൂടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നേരത്തെ 55% സബ്സിഡിയാണ് സംസ്ഥാന സർക്കാർ ഈ സാധനങ്ങൾക്ക് നൽകിയിരുന്നത്. ആ സബ്സിഡിയുടെ നിരക്ക് കുറയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 55 നിന്ന് 35% ഇതിന്റെ സബ്സിഡി നിരക്ക് കുറയ്ക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ വില വർദ്ധിക്കും. പൊതുവിപണിയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളിൽ നിന്ന് 55% വിലക്കുറവിൽ കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇനി 35% വിലക്കുറവിൽ മാത്രമേ ഇനി മുതൽ സപ്ലൈകോയിൽ നിന്ന് ലഭിക്കൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 13 അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. നവംബറിൽ വില കൂട്ടാൻ വേണ്ടി LDF തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധ സമിതിയെ ഭക്ഷ്യവകുപ്പ് നിയോഗിച്ചു. വിദഗ്ധ സമിതി ഒരു ശുപാർശ ഭക്ഷ്യവകുപ്പിന് കൈമാറിയിരുന്നു. ആ ശുപാർശ ഇവരുടെ പരിഗണനയിലാണ് ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന ചില നിഗമനങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിലും പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വിലക്കയറ്റം നടപ്പാക്കണം എന്ന തീരുമാനത്തിലേക്ക് ഭക്ഷ്യവകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ സപ്ലൈകോയിൽ ഇനി പഴയ വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടില്ല. 55% വിലക്കുറവിൽ കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇനി മുതൽ 35% വിലക്കുറവിൽ കിട്ടുക. അനീഷ.